ഇന്നലെ വരെ വീണയ്ക്ക് വേണ്ടി ഈ ED ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വരെ നിന്ന CPM-ന്റെ അണികൾ ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക്, അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് നമ്മളുടെ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്നതിനെ അവരുടെ മാത്രം പ്രശ്നം എന്ന രീതിയിലത്തേക്ക് അവർ ചുരുക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. മിണ്ടണ്ട, അധികമൊന്നും മിണ്ടണ്ട, ആരും ഒന്നും മിണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു യൂ ടേൺ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, വലിയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഡൽഹിയിൽ വരെ EDയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്ന ആൾക്കാർ, ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്ന ആൾക്കാർ, അധികാരഘടനയുള്ള യൂണിയൻ ഗവൺമെന്റ് അതിന്റെ ഏജൻസികൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നതിന്റെ പ്രതീകമാണ് ഇന്ന് രാജ്യം നടക്കേണ്ടിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു യുവതിക്ക് കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, ആ കാര്യങ്ങളെ നിയമപരമായിട്ട് അവർ നേരിടട്ടെ എന്നാണ്. ഒരു മര്യാദ വേണ്ടേ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എന്ന് വെച്ചാൽ ഡിഫൻസ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെറും ഡാമേജ് കൺട്രോൾ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം വീണയുടെ സ്ഥാപനത്തെ അന്വേഷണം വരുന്ന സമയത്തെല്ലാം CPM-ഉം പിണറായി വിജയന്റെ കുടുംബവും തൊടാൻ പാടില്ലാത്ത എന്തോ ആണ് എന്ന രീതിയിലത്തേക്കാണ് ഇവരെല്ലാവരും തന്നെ അവതരിപ്പിച്ചിരുന്നത്. കൗതുക ലേശം കൂടുതലാണ്. ലെജിറ്റിമേറ്റ് ആയിട്ട് നിയമപ്രകാരം ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരു കേസ് അന്വേഷിക്കുന്നതിനുള്ള അവരുടെ അവകാശത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചിരുന്നത്. വാക്കാൽ പ്രതികരിച്ചു, പിന്നീട് അവസാനം കല്ലും കട്ടയും മുട്ടയും കൊണ്ടുവന്ന് അവർ എറിഞ്ഞു വരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രവർത്തകരെ പോലും അണിനിരത്തി റെയ്ഡുകൾക്കെതിരെ പ്രതിഷേധിച്ചു, ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആക്രമിച്ചു, അവരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്, രാഷ്ട്രീയ പ്രതികാരമാണ്, വേട്ടയാടലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ആളും അനക്കവും ഇല്ലാത്ത ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആക്കി വെച്ചു എന്നുള്ളതാണ്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള പ്രതികരണം പോലുമില്ല. CPM-ന്റെ ഏത് നേതാക്കന്മാരാണ് പ്രതികരിക്കുന്നത്, എന്താണ് പ്രതികരിക്കുന്നത്, ഒന്നുമില്ല. ആളും അനക്കവും ഇല്ലാതെ ഭർത്താവും ഭാര്യയും കൂടി അവിടെ ചെന്ന് ഭർത്താവ് അവിടെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം തിരിച്ചു പോകുന്നു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം അവിടെ പോകുന്നു. ഓരോ ദിവസവും EDയുടെ ഓഫീസിൽ ഏതൊക്കെ കേസുകളുമായി ബന്ധപ്പെട്ട് എത്രയോ ആൾക്കാർ വന്നിറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ ഭരണമുള്ള സമയത്ത് മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. ഇവിടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇത് അന്വേഷിക്കുന്ന സമയത്ത് ഇപ്പോൾ അന്വേഷണം ഇന്നത്തേത് കഴിഞ്ഞു, അതായത് ചോദ്യം ചെയ്യലും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ അതിന് തുടർച്ചയുണ്ടാകാം. അറസ്റ്റ് മറ്റു കാര്യങ്ങളിലേക്ക് അവർ പോകുമോ എന്നറിയില്ല. കാരണം CMRL-ന്റെ പല ആൾക്കാരെയും ഇതിനോടകം ചോദ്യം ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും അറസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു ഊഹമാണ്. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീണയുടെ കമ്പനിക്ക് വേറെ എവിടെ നിന്നെങ്കിലും വഴിവിട്ടൊരു കോൺട്രാക്ട് കിട്ടിയോ, അതുവഴി അവർക്ക് 50 ലക്ഷം രൂപ കിട്ടിയോ, 2 കോടി രൂപ കിട്ടിയോ, ഇതൊന്നും അല്ല ആൾക്കാരുടെ പ്രധാനപ്പെട്ട കൺസേൺ. ഇവിടെ ബിസിനസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ? ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം. ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? എക്സാലോജിക് എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന വളരെ ചെറിയ ഒരു IT സ്ഥാപനമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു IT സ്ഥാപനത്തിന് മറ്റ് ഇത്തരം വലിയ ലാർജ് കോൺട്രാക്ട്സ് ഒന്നുമില്ല. പക്ഷെ കോടിക്കണക്കിന് രൂപ കൺസൾട്ടൻസി ഫീസ് ഇനത്തിൽ കിട്ടുന്ന ഹ്യൂജ് എൻഗേജ്മെന്റ് എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് ഇവിടെ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം. അല്ലാഹ് പൊറുക്കണേ, അറിയാണ്ട് ചെയ്യണതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ജീവിക്കാൻ വേണ്ടി. സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളത് വീണ തന്നെ
പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ SFIയുടെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ. കാരണം സേവനം കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും ഹാജരാക്കാനായിട്ടില്ല എന്ന് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് RDP വലിയ ക്ഷീണമായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം. എങ്ങനെയാണ് പിന്നീട് അവർക്ക് ആ കോൺട്രാക്ട് കിട്ടിയത് എന്നതിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് തന്നെ, CMRL എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് തന്നെ അനിവാര്യമായിട്ടുള്ള നിരവധി ക്ലിയറൻസുകൾ നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എൻ്റെ മകളുടെ കമ്പനിക്ക് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പ്രതിഫലം തന്നോളൂ, പകരം നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലിയറൻസ് ഞാൻ തരാം എന്ന രീതിയിൽ, അതായത് ഒരു പ്രത്യുപകാരം, ആ രീതിയിലത്തേക്കുള്ള ഒരു പരസ്പര സഹായ സഹകരണ സംഘം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അറിയുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. 2 എണ്ണം പടച്ചാലോ? ബ്യൂട്ടിഫുൾ ആയിരിക്കും. അയ്യോ വേണ്ട വേണ്ട വേണ്ടേ. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.